Watch full episodes on Jio Hotstar. ആദ്യത്തെ പസിൽ നമ്മൾ ക്രോസ് ചെയ്തപ്പോ നമുക്ക് ക്രിസ്റ്റൽ കിട്ടി. അത് കാരണം അമ്മ പഴയതുപോലെ മാറി. എല്ലാവരും അലർട്ടായിട്ടിരിക്കെ. ഒരു പക്ഷെ ഇവിടുന്ന് നമുക്ക് ക്രിസ്റ്റൽ എന്തെങ്കിലും കിട്ടാം. അത് കാരണം അച്ഛൻ നോർമലായി മാറിയാലോ? രുദ്ര, നമ്മൾ ഇത്ര വലിയ സ്ഥലത്ത് എങ്ങനെയാ ചെറിയ ക്രിസ്റ്റൽ കണ്ടുപിടിക്കുന്നത്? ഹലോ രുദ്ര. പസിൽ സോൾവ് ആയി കഴിഞ്ഞു. പക്ഷെ ക്രിസ്റ്റൽ എവിടെയാണ്? എന്റെ അച്ഛൻ എവിടെയാണ്? നീ എന്തിനാ ഇങ്ങനെ ധൃതി വെക്കുന്നത്? ഗെയിം ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കിങ് ലൂസിഫർ, എർത്തിന്റെ സൗത്തിൽ എല്ലാ ഭാഗത്തും വേൾക്കാരോ വന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, അയ്യോ, ആ പൊള്ളുന്നേ, അയ്യോ. ഭൂമിയിൽ ജീവിക്കുന്നവർ നിങ്ങൾക്ക് എന്ത് ദ്രോഹമാ ചെയ്തത്? അവരെ വിട്ടേക്ക്. അവരെ എങ്ങനെ വെറുതെ വിട്ടാൽ ഞങ്ങൾക്ക് ഒരിക്കലും വളരാൻ പറ്റില്ല. 4 വശത്തും ലാർവ നിറങ്ങില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. വേഗാവട്ടെ, നിങ്ങൾക്ക് സമയം വളരെ കുറവാണ്. ലൂസിയാന, അടുത്ത പസിൽ കൊടുക്കൂ. എങ്കിൽ കേൾക്ക്, എന്റെ ഈ കോട്ടയ്ക്കകത്ത് ആർക്കും വരാൻ പോകാം. ആര് കണ്ടാലും അത് അവരുടെ സ്വന്തമാക്കാൻ ശ്രമിക്കും. പക്ഷേ അതിന്റെ അടുത്തേക്ക് ആർക്കും വരാൻ പറ്റില്ല. അഥവാ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സിപ്പായി അവരെ വിരട്ടി ഓടിക്കും. See you later. Bye bye. എന്റെ മോനെ, നീ കരയരുത്. ഇത് കണ്ടോ, നീ എന്നെ പഴയ രൂപത്തിലേക്ക് ആക്കിയിരിക്കുന്നു. യുവരാജ്, മോനെ രുദ്ര. അച്ഛാ, വേണ്ട രുദ്ര, അവിടെ തന്നെ നിൽക്ക്. നമ്മൾ തമ്മിൽ കെട്ടിപ്പിടിക്കാൻ നമുക്ക് വിധിയില്ല മോനെ. നിനക്കറിയില്ല, ഞങ്ങൾ 2 പേരും എത്ര വർഷങ്ങളായിട്ട് നിന്നെ കാണാൻ വേണ്ടി കൊതിക്കുകയായിരുന്നു, അറിയോ? റംഗില, നീയോ? സുഖമാണോ റംഗില? അങ്ങനെ ജീവിച്ചു പോന്നു. നിങ്ങളെ 3 പേരെ ഒരുമിച്ച് കണ്ടപ്പോ എന്റെ കണ്ണറിയാതെ നിറഞ്ഞു പോയി. അച്ഛാ, ഇവരെന്റെ ബെസ്റ്റ് ഫ്രണ്ട്സാ, മൈറ ആൻഡ് വരുൺ. ഹലോ കുട്ടികളെ. അച്ഛാ, മുത്തശ്ശൻ ഇപ്പോഴും ലൂസിഫറിന്റെ പിടിയിലാണ്. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ രക്ഷിക്കണം. തീർച്ചയായും അവൻ അച്ഛനെ പാലസിൽ എവിടെയെങ്കിലും പിടിച്ചു വെച്ചിട്ടുണ്ടാവും. ക്രോക്കസോറസ്, രുദ്രയുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്നിച്ചു പോവും. തയ്യാറായിരിക്കൂ. രുദ്ര, നീ നിന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം ക്രോക്കസോറസിന്റെ മോളിലിരിക്കൂ. നമ്മൾ സേഫ് ആണ്.
അച്ഛാ, അച്ഛനും അമ്മയും വളരെ പവർഫുൾ ആണ്. പിന്നെ ലൂസിഫറും ലൂസിയാനയും എങ്ങനെ നിങ്ങളെ സ്റ്റാച്ചു ആക്കി മാറ്റിയത്? ഞങ്ങളെ പറ്റിച്ചു. നിന്റെ മുത്തശ്ശനെ പറ്റിച്ചതുപോലെ അവൻ ഞങ്ങളെയും പറ്റിച്ചു. അവൻ എല്ലാവരും പറ്റിച്ച് ജയിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവൻ ഒരിക്കലും നേരിട്ട് അറ്റാക്ക് ചെയ്യാറില്ല. എന്താ ഇത്? ലൂസിഫറിന്റെ കൊട്ടാരം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവണമല്ലോ. അവൻ അവന്റെ കൊട്ടാരം മറച്ചു വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്, ഇപ്പൊ തന്നെ അത് കണ്ടെത്താം. ഓ, ഓ, അവിടെ ഇടയ്ക്കുള്ളതാണ് അവന്റെ ഹിഡൻ പാലസ്. റിവീലോ. വിരുന്നുകാരൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞെന്ന് തോന്നുന്നു. വാ, നമുക്ക് ചെന്നവരെ വരവേൽക്കാം. ഓഹോ, രുദ്രയും ഫാമിലിയും എത്തിക്കഴിഞ്ഞു അല്ലേ? രുദ്ര, നീ എല്ലാ പസിൽസും സോൾവ് ചെയ്തിട്ട് നിന്റെ അച്ഛനെയും അമ്മയും രക്ഷപ്പെടുത്തി കഴിഞ്ഞു. ഐ മസ്റ്റ് സേ ഗുഡ് ജോബ്. പക്ഷെ നിനക്ക് ഈ മായ നഗരത്തിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെട്ടു പോവാൻ പറ്റില്ല രുദ്ര. ലൂസിയാന, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. എന്നാ ശരി, ഞങ്ങൾ ശബ്ദിക്കില്ല. പക്ഷെ തിരിഞ്ഞു നോക്കി പറയണം, അവന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടുമെന്ന്. രുദ്ര, നീ അവരെ ഡീൽ ചെയ്യേ. ഞങ്ങൾ ലൂസിഫർ ലൂസിയാനയെ നോക്കിക്കോളാം. ഓക്കേ അമ്മേ. ക്രോക്കോസറസ്, രുദ്രയെ നോക്കിക്കോ. പെട്ടെന്ന് എന്റെ പവറിന് എന്താ പറ്റിയത്? ഇപ്പൊ നിന്റെ എല്ലാ പവറും എന്റേതായി കഴിഞ്ഞു രുദ്ര. നിങ്ങൾക്കൊരിക്കലും ഞങ്ങളെ പിടിക്കാൻ പറ്റില്ല.
നിങ്ങൾക്കാർക്കും ഞങ്ങളെ ഒന്നും ചെയ്യാനാവില്ല. ഞങ്ങളെ ഒന്നും ചെയ്യാനാവില്ല. മുത്തശ്ശൻ, മുത്തശ്ശ, ഞാൻ എവിടെ ചെന്നാലും അതെന്റെ സാമ്രാജ്യമാക്കി മാറ്റും. I am the one and only Queen Luciana. നിങ്ങൾ വെറുതെയാണ് നിങ്ങളുടെ പവർ വേസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്നും ഒരു പ്രയോജനവുമില്ല. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതകാലം മുഴുവനുള്ള ഒരു ശിക്ഷ നൽകാൻ പോവുകയാണ്. ഞങ്ങൾക്ക് തോന്നുമ്പോ നിങ്ങൾ ഓരോരാളെയും ഞങ്ങൾ കൊന്നിരിക്കും. തൽക്കാലം നമുക്ക് കുറച്ച് എന്റർടൈൻമെന്റ് ആയാലോ? ഷോന്റെ പേരാണ് ഭൂമിയുടെ കഷ്ടകാലം, ഞങ്ങൾക്ക് വസന്തകാലം. ഇന്റലിജൻസ്, എന്റെ സഹോദര, നീ ഇത് കണ്ടോ? നമ്മുടെ ശത്രുക്കളെ ഞാൻ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവരാണ് നിന്റെ ശത്രുക്കൾ. ഇവർ കാരണമാണ് നിനക്ക് ഈ അവസ്ഥ ഉണ്ടായത്. ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ അവരെ വിട്ടയക്കേ. അവരെ തിരിച്ചും അവരുടെ പാലസിലേക്ക് പോകാൻ അനുവദിക്കേ. നമ്മുടെ കൈവശം ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ. പിന്നെ മറ്റുള്ളതിനെ കുറിച്ച് എന്തിനാണ് ആലോചിക്കണത്? എനിക്ക് ഇന്ന് വരെ ഒരു കാര്യം മനസ്സിലാകുന്നില്ല. നീ താമസിക്കുന്നതും കഴിക്കുന്നതും ഒക്കെ എന്റെ പാലസ് എന്നാണ്. പക്ഷെ സപ്പോർട്ട് ചെയ്യുന്നത് ജയ്സിംഗും അവന്റെ കുടുംബത്തിനുമാണല്ലോ. അങ്ങനെയാണെങ്കിൽ യുവറേനിയുടെ എല്ലാ കാര്യങ്ങളും നീയാണോ യുവരാജന് പറയുന്നത്? അപ്പൊ അതിന്റെ ഉത്തരവാദി നീയാണല്ലേ? അതല്ല കാര്യം. ഞാനിതൊക്കെ നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാണ് പറയുന്നത്. രുദ്രയ്ക്ക് എല്ലാ തടസ്സങ്ങളും മറികടന്ന് ഇവിടം വരെ എത്താൻ കഴിയുമെങ്കിൽ അപ്പൊ ഈ ഡൂമിൽ നിന്ന് പുറത്തു വരുന്നത് അവർക്ക് വലിയ കാര്യമൊന്നുമല്ല. എടാ ദ്രോഹി, നിന്റെ നിർദ്ദേശവും ഉപദേശവും ആരും ഇവിടെ ചോദിച്ചിട്ടില്ല. നീ എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ ഇവരെ വിട്ടയക്കുന്ന പ്രശ്നമില്ല. രുദ്ര, നിന്റെ സിറ്റിയുടെ അവസ്ഥ കണ്ടില്ലേ? ഇനി നിനക്ക് അതിനെയും രക്ഷിക്കാനാവില്ല. നിനക്ക് സ്വയം രക്ഷപ്പെടാനും ആവില്ല. ലൂസിയാന, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളെ രക്ഷിക്കുക. വെരി സ്മാർട്ട് രുദ്ര. പക്ഷെ ഞങ്ങൾ ഇതിന്റെ അകത്ത് കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ അതിന് നിങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് പോകണം. ഞങ്ങൾക്ക് ഇവിടുന്ന് എപ്പോ വേണമെങ്കിലും പുറത്തേക്ക് പോകാം. Ibaiska, Zibaiska. Boom, shake, shake, boom. ഞങ്ങൾ തുറന്നു വിട്. Ibaiska, Zibaiska, normalistico. മുത്തശ്ശാ, ലൂസിയാന, ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറയുകയുണ്ടായി, രുദ്രയും അവന്റെ ഫാമിലിയും വിട്ടയക്കെന്ന് പറഞ്ഞതല്ലേ? പക്ഷെ ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ കേട്ടില്ല. എനിക്കത് ഓർക്കുമ്പോൾ ദുഃഖമുണ്ട്. എനിക്ക് എന്റെ കിങ്ങിനും ക്യൂനിനും സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്.
സഹായോ? അതും നിന്നെ പോലെ ഒരു ദ്രോഹിന്റെ അടുത്തുനിന്ന്? ദ്രോഹത്തെ കുറിച്ച് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. സുംബാദ, എന്നെ തേടി വന്ന് മുന്നറിയിപ്പ് ആ ജോക്കർ നീയായിരുന്നോ? പറയൂ സുംബാദ. കാരണം ഞാൻ ഇന്ന് വലിയൊരു തീരുമാനമെടുക്കേണ്ട ദിവസമാണ്. ജയ്സിംഗ് സാറേ, ഞാനല്ല അന്ന് വന്ന ജോക്കർ. പക്ഷെ ഒരു കാര്യം, ഞാൻ ആ ജോക്കറിനെ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. എന്നാൽ പരിചയപ്പെടുത്ത്. ജോക്കർ പല വർഷങ്ങളായി എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ലൂസിഫറിന്റെ ഓരോ പ്ലാനിനെ കുറിച്ചും എനിക്ക് മുന്നറിയിപ്പ് തന്നിരുന്നു. അതുകൊണ്ട് ലൂസിഫർക്ക് ഇന്ന് വരെ ഭൂമിയെ ആക്രമിക്കാനോ ഭരിക്കാനോ പറ്റിയിട്ടില്ല. ആരാണ് ആ ജോക്കർ? ദയവിത് അവനെ ഇങ്ങോട്ട് വിളിക്കേ. ജോക്കർ, പ്ലീസ് മുന്നോട്ട് വാ. ഇന്റലിജൻസോ? ഇന്റലിജൻസോ? ഇന്റലിജൻസ് നീയോ? അതെ, ഞാൻ തന്നെ. ഇന്റലിജൻസ് സുംബാദ ചെയ്ത കാര്യം പോട്ടെന്ന് വെക്കാം. പക്ഷെ നീ നിന്റെ ചേച്ചിയുടെ ആളിന്റെ മുമ്പിൽ ഒരു പൊട്ടനെ പോലെ അഭിനയിച്ചത് എന്തിനായിരുന്നു? കാരണം നിന്റെ ഈ മോശങ്ങളായ ഒരു പ്ലാനിലൊന്നും ഞാൻ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇത്ര വലിയ എംപയർ ഉണ്ടായിട്ടും നിങ്ങൾ ഭൂമിയെ കയ്യിലെടുക്കാൻ ശ്രമിക്കുമായിരുന്നു. നിങ്ങൾക്ക് വേറെ ഒരു കാര്യം ചെയ്തുകൂടായിരുന്നേ? മറ്റുള്ളവരെ ജീവിക്കാൻ സമ്മതിക്കൂ. ഇന്റലിജൻസ്, നീ ഞങ്ങളുടെ ആളാണെന്ന് പറയാൻ ഒരു യോഗ്യതയും നിനക്കില്ല. നമ്മളുടെ ആളുകൾ തെറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാവുമ്പോ നമ്മളുടെ ആളുകൾ തന്നെയാണ് അവരെ മനസ്സിലാപ്പിക്കേണ്ടത്. ഇന്റലിജൻസ്, നീ സ്വന്തം ബന്ധുക്കൾ നോക്കാതെ ഞങ്ങളെ സഹായിച്ചു. എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്. നീ ലാൻഡ് ഓഫ് നോവെയറിന്റെ ബെസ്റ്റ് കിങ് ആയിരിക്കും. ഇന്റലിജൻസ്, നിന്നെ ഞാൻ ഈ നോവെയർ ലാൻഡിന്റെ രാജാവായി വാഴിക്കാൻ ആഗ്രഹിക്കുന്നു. സമാധാനമായി നീ ഇവിടം ഭരിക്കണം. താങ്ക് യു ജയസിംഗ് ജി. രുദ്ര, ഞാൻ നിനക്കും നിന്റെ ടോട്ടൽ ഫാമിലിയോടും പിന്നെ ലൂസിഫറും ലൂസിയാനന്റെ ഭാഗത്തുനിന്ന് ഞാൻ വലിയ സോറി പറയുന്നു. ഞാനിതാ നിങ്ങൾക്ക് വാക്ക് തരുവാണ്, ഇനി ഭൂമിക്ക് ഒരു കാരണവശാലും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഞാൻ എല്ലാ വോൾക്കാനോസും എന്റെ കൺട്രോളിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പൊ മുകളിൽ ഒരു പ്രശ്നവുമില്ല. സോൾജേഴ്സ്, ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യൂ. ഞാൻ തോറ്റു എന്ന് വിചാരിക്കേണ്ട രുദ്ര. ഞാൻ തിരിച്ചു വരും. തിരിച്ചു വന്ന് നിങ്ങൾ എല്ലാവരും ഇല്ലാതാക്കുന്നതാണ്. താങ്ക് യു ഇന്റലിജൻസ്. നിങ്ങൾ സൈലന്റ് ഫ്രണ്ട് ആയിട്ട് ഇരുന്നിട്ട് എന്റെ അച്ഛനെയും അമ്മയെ എനിക്ക് കാണിച്ചു തന്നു. ഇപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. അച്ഛാ, ഈ വേൾഡിൽ നിന്ന് മുകളിലുള്ള റിയൽ വേൾഡിലേക്ക് പോവാൻ ഈ ഒറ്റ വഴിയേ ഉള്ളൂ. ഇനി നിങ്ങൾ ഇവിടെ നിന്ന് പൊക്കോളൂ. രുദ്ര, എന്റെ മോനെ, എനിക്ക് സന്തോഷമേ ഉള്ളൂ നിങ്ങൾ എല്ലാവരും സേഫ് ആയതിൽ. എന്നാൽ നിന്നെ പിരിയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഒരു പക്ഷേ ഞങ്ങൾക്ക് നിന്നെ നെഞ്ചോട് ചേർത്ത് തഴുകാൻ പറ്റിയിരുന്നെങ്കിൽ. യുവ്രേന, അത് സാധ്യമല്ല. അതുകൊണ്ട് അത് ഒന്നിനും ആഗ്രഹിക്കല്ലേ. അല്ല, ഇത്രയും സന്തോഷം നിറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് എന്തിനാണ് ദുഃഖിക്കുന്നത്? യുവരാജ് നിങ്ങൾക്ക് രുദ്രയെ ആലിംഗനം ചെയ്യും. എന്റെ ഗവേഷണത്തിന് അത്രയ്ക്ക് പവറുണ്ട്. ചില സെക്കൻഡ് നേരത്തേക്ക് നിങ്ങൾക്കുള്ളിലുള്ള ലാവ് അടിച്ചൂടെ കുറച്ചു നേരത്തേക്ക് എന്റെ ഉള്ളിലേക്ക് പിടിച്ചെടുത്താൻ പറ്റും. നിങ്ങൾ രണ്ടുപേരും കൈനീട്ടു. രുദ്ര, രുദ്ര, അമ്മേ, അച്ഛാ. എന്റെ മോനെ. മാറി നിന്നേ പറ്റൂ. മുത്തശ്ശന്റെ ബോഡിയിൽ നിന്ന് ഫ്ലെയിംസ് വരുന്നത് കണ്ട. ഇവർക്കെല്ലാവർക്കും ഭൂമിയുടെ അപ്പുറത്ത് പോവേണ്ടതാണ്. ആ രഹസ്യ വാതിൽ തുറക്കട്ടെ. ഇവർ നമ്മുടെ ആളുകളാണ്, മറ്റവരല്ല.
അവർക്ക് ഒരു പ്രശ്നമില്ലാതെ സേഫായി അവിടെ എത്തിക്കണം. അമ്മേ, അച്ഛാ, നിങ്ങൾ രണ്ടുപേരും വിഷമിക്കാതിരിക്കണം. നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായും മോനെ, നീ നിന്നെയും മുത്തശ്ശിനെയും നന്നായി നോക്കണം കേട്ടോ. ഓക്കെ അമ്മേ, ഓക്കെ അച്ഛാ. അങ്ങനെ ഒരുവിധം നമ്മൾ രക്ഷപ്പെട്ടു. നമ്മുടെ ലോകത്തേക്ക് വന്നപ്പോഴത്തേക്ക് എന്തൊരു സന്തോഷ. എത്രയും പെട്ടെന്ന് നമ്മൾ പാലസിലേക്ക് പോയി കഴിഞ്ഞാലേ എന്റെ കൈകൾ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ലാവ കേക്ക് ഉണ്ടാക്കി തരാം. വേണ്ട, ലാവ കേക്കോ, അത് വേണ്ട. Watch India's largest kids library only on Jio Hotstar. Download the app now.